നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ ആരോപണങ്ങളിൽ പരാതിക്കാരി മലക്കം മറിഞ്ഞതോടെ കേസ് പുതിയ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് യുവതിയുടെ പുതിയ വെളിപ്പെടുത്തൽ. എന്നാൽ പെൺകുട്ടി മൊഴി മാറ്റിയത് പ്രതി രാഹുൽ പി ഗോപാലിന്റെ സമ്മർദ്ദം മൂലമാണെന്നാണ് പിതാവ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ പി ഗോപാൽ മർദ്ദിച്ചു എന്ന് മകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയതെന്നും പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായ പാടുകൾ തങ്ങൾ സൃഷ്ടിച്ചതല്ല എന്നും പിതാവ് പറയുന്നു. അതേസമയം കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ ഇന്ന് 24-നോട് പറഞ്ഞു. പുതിയ വെളിപ്പെടുത്തലുകൾ അവഗണിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 12-ാം തീയതി അടുക്കള കാണാൻ അവിടെ ചെന്നിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇവളെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇവള് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവളത് പറഞ്ഞപ്പോൾ മനസ്സ് പെടക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. പരാതിക്കാരിയുടെ FIS കൊണ്ട് ഇത്തരത്തിലൊരു കേസ് ഇല്ലയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം പരാതിക്കാരിയും ഒന്നാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം പോലീസിനില്ലായിരുന്നു. കേസ് കാര്യങ്ങളിൽ ഒരു പരാതിയും ഇല്ല എന്നാണ് പെൺകുട്ടിയുടെ വിഷയം. അതുതന്നെ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോണ്ട് സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. കോളിളക്കം സൃഷ്ടിച്ച കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പുതിയ വഴിത്തിരിവുകൾ ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുകയാണ്. പന്തീരാങ്കാവിൽ പുതിയ കഥകളോ? ഈ വൈകുന്നേരം നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സാമൂഹ്യ നിരീക്ഷകയുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മി എന്നിവരാണ്. ശ്രീ സുഭാഷ് ബാബു സർ, ഈ കേസിൽ താങ്കൾക്കറിയാവുന്നതുപോലെ തന്നെ മാധ്യമങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്ത ഒരു കേസായിരുന്നു. ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം, ഗാർഹിക പീഡനം, ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ഒക്കെ ഈ പീഡനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ആ പെൺകുട്ടി ആദ്യം നൽകിയിരുന്ന മൊഴി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ പ്രശ്നത്തിൽ ഉറച്ചു നിന്നു, ഇതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടു. അതിനിടെ രാഹുൽ എന്ന ഈ ഭർത്താവ് പ്രതി വിദേശത്തേക്ക് കടക്കാൻ പോലീസിന്റെ സഹായം ഉണ്ടായി എന്ന് പറഞ്ഞ് അവിടെ നടപടിയുണ്ടായി. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഒരു പുതിയ വെളിപ്പെടുത്തൽ ഈ പെൺകുട്ടിയുടേതായി പുറത്തു വരുന്നത്. ഇതെല്ലാം സ്വന്തം വീട്ടുകാർ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് എന്ന് ഇന്നിപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ പറയുന്നു. ഒരു സൗന്ദര്യ പിണക്കം മാത്രമാണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായതെന്നാണ്. റിട്ടയർഡ് SP എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളെ കാണുന്നത്? ഈ പെൺകുട്ടിയെ ഈ സന്ദർഭത്തിൽ അവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാണോ? സാധ്യമല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സംസാരം നമ്മളിപ്പോ കേട്ടല്ലോ, ചാനലുകളിലൊക്കെ കേട്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബോധപൂർവമായിട്ടൊരു ഒരു മലക്കം പറയലാണ്. അതിന്റെ വസ്തുതയ്ക്ക് വിപരീതമായിട്ട് പറയുന്നു എന്ന ആ വാക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ആദ്യമായിട്ട് ഈ കുട്ടി പറയുന്ന പരാതി അനുസരിച്ചിട്ട് ബാത്റൂമിൽ വീണു എന്നാണ് പറയുന്നത്. ബാത്റൂമിൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനൊരു പരിക്കുണ്ടാകില്ല എന്നുള്ള 100% നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇപ്പൊ പ്രതിയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു എന്താണ്, വോണ്ട് സർട്ടിഫിക്കറ്റ് ഇതുവരെ കോടതിയിൽ ഹാജരാക്കി. മുൻപ് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴേ സാധാരണ കൊടുക്കാറില്ല, അതിന് മുമ്പ് കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു ന്യായീകരണമല്ല. എന്തായാലും ശരി, കോടതി പോലും, സുപ്രീം കോടതി പോലും പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഇതേമാതിരി ആലോചനകളൊക്കെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന, പരസ്പരം സംസാരിച്ച് പരിഹാരം കാണുകയാണെങ്കിൽ അത് തീർക്കുകയാണ് നല്ലത്. അല്ലാണ്ട് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് അഭിലഷണീയമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കോടതി പോലും എടുക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ട് ഇനി തടസ്സമൊന്നും നിൽക്കാൻ പറ്റില്ല. എന്നാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായതിനു ശേഷം പോലീസിന് അതിൽ നിന്ന് മാറിയിട്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് കേസ് വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ല. എന്തായാലും പോലീസ് അതിനകത്ത് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയുള്ളൂ. കോടതി ചെന്നതിന് ശേഷം മാത്രമേ അതിനടിസ്ഥാനത്തിൽ കോടതിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഇത് തീർച്ചയായിട്ടും ഒരു മലക്കം പറഞ്ഞിലാണ്.
എന്തായാലും പീഡനം ഉണ്ടായെന്ന് ശരിയാണ്. അത് ആ സമയത്ത് ആ കുട്ടി വളരെ വൈകാര്യമാണ് പ്രതികരിച്ചത്. അഭിനയിച്ച് പ്രതികരിക്കുന്നതല്ല എന്നുള്ളത് അന്നത്തെ ദൃശ്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ജീവിതം എന്തെങ്കിലും നേരെ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ കുട്ടി ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അത് അച്ഛനും അമ്മയ്ക്കും അല്ലെ വീട്ടുകാരുടെ അനുവാദമില്ലാതെ ആ കുട്ടി സ്വയമായിട്ട് തന്നെ അവരുടെ സ്വാധീനം കൊണ്ടോ ആയിരിക്കാം മിക്കവാറും. പിന്നെ ആ കുട്ടിയുടെ ഇംഗിതം അതായിരിക്കും. ആ ഇംഗിതത്തിനനുസരിച്ച് എടുത്തൊരു തീരുമാനമാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഭാവിയിൽ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കുട്ടി ഇങ്ങനെ ഒരു മൊഴിമാറ്റം നടത്തുന്നത്. മൊഴിമാറ്റം നടത്തുന്നത് താൽക്കാലികമായിട്ട്, അതുകൊണ്ട് കേസിനെ ദോഷകരമായിട്ടൊന്നും ബാധിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം കോടതി നടപടിയിലേക്ക് എത്തുന്ന അവസരത്തിൽ അവിടെ നിന്ന് കുട്ടിക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. അതിനനുസരിച്ചായിരിക്കും കോടതിയിൽ തീരുമാനമുണ്ട്. എന്നാലും കേസിന് ഇന്നത്തെ അവസ്ഥയിൽ ഈ മൊഴിമാറ്റം കൊണ്ട് അല്ലെ ഈ മലക്കം മറിച്ചിൽ കൊണ്ട് ദോഷമൊന്നും ഉണ്ടാകില്ല എന്നാണ് അല്ല എന്റെ സുഭാഷ് അഭിപ്രായം. ബാബു സാർ, ഈ ഇതിനകത്ത് ഒന്നാം പ്രതി ഭർത്താവ് രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ 2 മുതൽ 5 വരെയുള്ള പ്രതികളെ ആണുള്ളത്. അതായത് ഈ ഈ പെൺകുട്ടിയുടെ അമ്മ ഉഷാകുമാരി, പിന്നെ സഹോദരി കാർത്തിക, ഡ്രൈവർ ക്ഷമിക്കണം, ഈ പെൺകുട്ടിയുടെ അമ്മയല്ല, ഭർത്താവിൻ്റെ രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരി, സഹോദരി കാർത്തിക, പിന്നെ ഡ്രൈവർ രാജേഷ്, അതുകൂടാതെ ഈ കേസിൽപ്പെട്ട പോലീസുകാരൻ. അപ്പോൾ ഇങ്ങനെ ഈ 2 മുതൽ 5 വരെയുള്ള പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണമല്ലോ ഈ പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലുകളെ കാണാൻ. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ കേസ് അതോടുകൂടി ഇല്ലാതായി പോകുമോ? ഇല്ലല്ലോ, കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസിന്റെ അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ തെളിവുകളൊക്കെ ആദ്യത്തെ പരാതിക്ക് അനുരൂപമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അനുരൂപമായി കിട്ടിയിരിക്കുന്ന തെളിവിൽ നിന്നും അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പരാതികള് ഒക്കെ അല്ലെ കുറ്റങ്ങളൊക്കെ തെളിയിക്കപ്പെട്ട രീതിയിലുള്ള തെളിവുകൾ ലഭ്യമായതുകൊണ്ട് ഈ കുറ്റം ശരിയാണ് എന്നുള്ള നിഗമനത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ചാർജ് ഷീറ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് ആദ്യം ഇത് പറയുന്നു, കേസ് ഇങ്ങനെയുണ്ട്, ഇന്ന ഗൗരവമാണ്, ആ കുട്ടി പറയുന്ന മൊഴിക്ക് അനുസരിച്ചിട്ടുള്ള സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസും ഒക്കെ വന്നതിന് ശേഷം ആ കുട്ടി തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ കുട്ടി ഇപ്പൊ മാറി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കേസ് ഒന്നും ഇല്ലാണ്ട് പോകില്ല. കേസ് ചാർജ് ഷീറ്റ് കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തതിന് ശേഷം കോടതി ചെന്ന് വിചാരണ സമയത്ത് ഇവർക്ക് വേണ്ടതിൽ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നല്ലാതെ ഈ അവസരത്തിൽ അത് പോലീസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ സാധ്യമല്ല. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ കേസിന് ഇപ്പൊ ദുർബലതയൊന്നുമില്ല. കേസ് മുന്നോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പൊ കോടതിയിൽ എത്തുന്ന അവസരത്തിൽ ആ കുട്ടിക്ക് കേസിന് ആവശ്യമല്ലേ, ഇതിന്റെ പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ അത് ഒത്തുതീർപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കോടതി മിക്കവാറും അത് അവർക്ക് അനുകൂലമായിട്ട് നടപടി സ്വീകരിക്കും. എന്തായാലും പ്രതികൾക്ക് കോടതിയിൽ ഹാജരാകാതിരിക്കാൻ പറ്റില്ല. എന്നാലും അല്ല സാർ, ഇവര് ഇതിനകത്ത് തമ്മിൽ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ മൊഴി മാറ്റി പറയേണ്ടി വരുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? അതല്ല ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ രമ്യതയിൽ പരിഹരിച്ച് വീണ്ടും ഒരുമിച്ച് ഈ വിവാഹം ആ ബന്ധവുമായി മുന്നോട്ട് പോകാം എന്ന് ആ പെൺകുട്ടി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരിക്കുമോ? ഞാൻ ചോദിക്കാൻ കാരണം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അച്ഛൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഭർത്തൃ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ് ആ പെൺകുട്ടി ഉള്ളത്, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അല്ലെങ്കിൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് ഈ മൊഴിമാറ്റം എന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതെ, പരിശോധിക്കപ്പെട്ടാലും ഇതിന് ആത്യന്തികമായി തെളിവ് നൽകേണ്ടത് ആ കുട്ടി തന്നെയാണ്. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് സാഹചര്യങ്ങൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. കോടതിക്ക് വേണമെങ്കിൽ ശിക്ഷിക്കാനുള്ള തെളിവൊക്കെ ഉണ്ട്. കാരണം ഈ കുട്ടി ആദ്യം പറഞ്ഞ മൊഴിയുണ്ട്, പിന്നെ ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ തെളിവുണ്ട്, അവന് അനുരൂപമായിട്ട് ഉപോത്ബലകമായിട്ട് തെളിവുകൾ, മെഡിക്കൽ എവിഡൻസുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ അതൊക്കെ ഉണ്ടായി. പിന്നെ അവരുടെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് കേസ് ഏതാണ്ട് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ കോടതി പോലും ഇങ്ങനെയുള്ള കേസുകൾ എടുക്കുന്ന തീരുമാനം എങ്ങനെങ്കിലും ലോഹ്യമായിട്ട് ഇവര് പോകുന്നെങ്കിൽ അതിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ആ കുട്ടിക്ക് പരാതി ഇല്ലാത്തിടത്തോളം കാലം ആ കുട്ടിയെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം അതിനെ നമുക്ക് ഒരിക്കലും അത് അവിശ്വസിക്കേണ്ട. സ്വാധീനിച്ച ആ കുട്ടി സ്വയമേവ മാറി അങ്ങോട്ട്, അത് അച്ഛന്റെ അമ്മയുടെയും ആവശ്യങ്ങൾക്ക് വിപരീതമായിട്ട്, ആവശ്യമല്ല, അവര് ഇവരെ സഹായിക്കുകയാണ്, ഈ കുട്ടിയെ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സഹായിച്ചതിന്റെ സാഹചര്യം മാറിയതിനു ശേഷം ആ കുട്ടി തന്റെ ഈ ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരു തീരുമാനം എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ്. അതിനെ നമുക്ക് മലക്കം മറിച്ചില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം സ്വാധീനം നിർബന്ധമുണ്ടോ സാർ? കാരണം ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല എന്നിപ്പോൾ വ്യക്തമാണ്.
പിന്നെ പിന്നെയുള്ളത് രാഹുലിന്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നതാണല്ലോ പിന്നെ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യുക്തി. അതല്ലാതെ ആ പെൺകുട്ടി സ്വമേധയാ ഇങ്ങനെ ഇനി ഈ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമായിരുന്നെങ്കിൽ ആദ്യം ആ കുട്ടി വിശ്വാസത്തിലെടുക്കുക സ്വന്തം രക്ഷിതാക്കളെ ആകില്ലേ സാധാരണഗതിയിൽ. ഇതങ്ങനെ സംഭവിച്ചിട്ടില്ല. അല്ല, ആദ്യം ആ കുട്ടിക്ക് അവരുടെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് അന്ന് അവരെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം അവരെ ഇങ്ങനെയുള്ള ഒരു ബന്ധം തുടരുന്നതിൽ ഒരു സാധാരണയായിട്ടൊരു അച്ഛനും അമ്മയും പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനത്തിലേക്ക് എടുത്ത് ചാടില്ല. അവരെ സംബന്ധിച്ചോളം വളരെ ആലോചിച്ച് അവരുമായിട്ടൊക്കെ സംസാരിച്ച് രമ്യതയിലെത്തും. പിന്നെ കുഴപ്പമില്ലാതെ പോകുമെന്ന് കണ്ടാൽ മാത്രമേ അവരതിന് സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടി സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല കേസുകളിലും അങ്ങനെ അപ്പൊ അവരെ ആശ്രയിക്കുന്നത് ഭർത്താവിന്റെ വീട്ടുകാരെയാണ്. അപ്പൊ അവരെ കേസിൽ നിന്ന് രക്ഷിക്കുന്നതോടുകൂടി ഇനിയും ഭാവിയിൽ ഇതുണ്ടായി പോയതൊക്കെ പോയി. അതുകൊണ്ട് ഇല്ല, മർദ്ദിച്ചില്ല എന്നൊന്നും ആ കുട്ടി പറയുന്നില്ല. ഇപ്പോഴും ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോ സംഭാഷണത്തിലും അല്ലെങ്കിൽ ചാനലിൽ സംഭാഷണത്തില് എന്നെ അങ്ങനെ മർദ്ദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെ എനിക്കിപ്പോ കാര്യമായിട്ട് പരാതികളൊന്നും ഇല്ല, അതിനെ എങ്ങനെയെങ്കിലും രോഗ്യമായിട്ട് പോകണമെന്നാണ് എന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ സ്വാധീനമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ആ കുട്ടിയുടെ താല്പര്യം എങ്ങനെങ്കിലും ഇത് മുന്നോട്ട് പോകട്ടെ, ഇതുവരെ കഴിഞ്ഞതൊക്കെ പുറത്തും മറന്നും മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം ആ കുട്ടി സ്വന്തം എടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷെ പോലീസിന് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രതിയെ ഇവിടെ നിന്ന് വിട്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ നിലനിൽക്കും. ഈ കുട്ടി അവിടെ ചെന്ന് ഭർത്താവിനെ മറ്റു പീഡനമില്ലായിരുന്നു എന്ന് പറയുന്ന ഭാഗം കോടതി സ്വീകരിച്ചു കഴിഞ്ഞാൽ പോവില്ലെങ്കിൽ ഇതൊരു എന്തായാലും കോടതിയിൽ ഒരു വിചാരണ അവർ നേരിടേണ്ടി വരും. അല്ലാതെ ആ കേസ് ഒഴിവായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുഭാഷ് ബാബു സാർ, ഇത് ഒരു ഗാർഹിക പീഡന കേസ് മാത്രമല്ലല്ലോ. ഇത് സ്ത്രീധനത്തിന്റെ പേരിൽ നടന്നിട്ടുള്ള അതിക്രമം എന്ന നിലയിലുള്ള ഒരു സ്വഭാവമാണല്ലോ ഈ കേസിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റയടിക്ക് എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കോടതികളും സാധാരണ നിലയിൽ ഒരു വിവാഹ ബന്ധത്തെ അത് ഏതെങ്കിലും തരത്തിൽ സാധ്യമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടെങ്കിൽ അതിന് വഴി വെക്കുന്ന തരത്തിലായിരിക്കും ഇടപെടുക എന്ന്. പക്ഷെ ഇത് കുറെ കൂടി സങ്കീർണമായ ഒരു കേസല്ലേ? കാരണം ഈ വെറുതെ ഉണ്ടായ ഒരു മർദ്ദനമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സൗന്ദര്യപ്പിണക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടായതല്ല, സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പീഡനമാണ്. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് സുരക്ഷ എന്നത് സ്വാഭാവികമായും കോടതിയുടെ ഒരു കൺസേൺ ആകില്ലേ? അപ്പോൾ ആദ്യം ഈ പെൺകുട്ടി നൽകിയ മൊഴി, പിന്നെ ഈ പരാതി, വൂണ്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ അച്ഛനമ്മമാരുടെ പരാതി, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ കോടതി ഈ വിഷയത്തിൽ ഒരു തീർപ്പിലേക്ക് എത്തുക? താങ്കൾ പറഞ്ഞതുപോലെ വിചാരണ നേരിടേണ്ടി വരുമെങ്കിൽ. തീർച്ചയായും കോടതി അത് പരിഗണിക്കാതെ അത് ഡിസ്പോസ് ചെയ്യുന്ന സാധ്യതയില്ല. കാരണം കോടതി എന്തായാലും ശരി കുട്ടിയെ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രമല്ലേ ഇനി ആ കുട്ടിക്ക് പരാതി ഇല്ലാത്ത സാഹചര്യം പോലും കോടതിക്ക് ബോധ്യമാവുള്ളൂ. അല്ലാണ്ട് ഇന്ന് ഈ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇനി വേണമെന്ന് പറഞ്ഞാൽ ആരാ ബുദ്ധിമുട്ടുന്നത്? പോലീസിന് എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഒരു തീരുമാനം 2 ദിവസം കഴിഞ്ഞിനിയും ആ കുട്ടിക്ക് കിട്ടിയ ഉറപ്പുകളൊന്നും പ്രാബല്യത്തിൽ വരില്ല, നടപ്പാക്കപ്പെടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ കുട്ടി നാളെ കാല് മാറിക്കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? കേസ് വീണ്ടും പുനർജീവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും പോലീസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ന്യായമായിട്ട് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവര് ചാർജ് കൊടുക്കും, കോടതി തീരുമാനിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വിടുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും തന്നെ ഈ ബന്ധം തുടർന്ന് പോകുന്നതിന് വിഘാതമായിട്ടൊന്നും നിൽക്കില്ല. അപ്പൊ ഇതിന് സ്ത്രീധന പീഡനം എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായ കുറ്റമാണ്. പക്ഷെ അത് പറയേണ്ടത് ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞാൽ പോലും ഈ കുട്ടിയെ സംബന്ധിച്ച് എന്നെ അങ്ങനെ അത് പറഞ്ഞിട്ടല്ല ചെയ്തത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എന്നെ അന്ന് മർദ്ദിച്ചിരുന്നു. അന്നേരത്തെ വിഷമം കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വക്കീലിന്റെ ഉപദേശമോ അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രേരണ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതൊക്കെ ഞാൻ ആ രീതിയിൽ ചിത്രീകരിച്ചാൽ മാത്രമേ കേസ് നിൽക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ചെയ്തു പോയതാണ്. അതുകൊണ്ട് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അതുകൊണ്ട് ഈ കേസ് ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഒഴിവാക്കി എനിക്ക് തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ആ ഒരു രീതിയിലെ തീരുമാനം എടുക്കുകയുള്ളൂ. ആ കുട്ടിക്ക് പരാതി ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ കോടതി പിന്നെ ഏകപക്ഷീയമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലും മറ്റും മറ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഇതിന് പിന്നെ ഒരു വിചാരണയെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ എന്തായാലും കോടതിയുടെ തീരുമാനമാണ് അന്തിമമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് കോടതിയുടെ യുക്തമായ തീരുമാനം എടുക്കുമ്പോൾ തെറ്റെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതിനാണ് അപ്പീൽ ആരും പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ കൊണ്ട് തീരും എന്ന് എനിക്ക് തോന്നുന്നു.
സുഭാഷ് ബാബു സർ, ഇത് നമുക്കറിയാം, ഈ സംഭവം നടന്ന ശേഷം ഈ രാഹുലിന്റെ വീട്ടുകാർ, അപ്പോൾ രാഹുൽ ഈ കേസിൽ നിന്ന് തന്ത്രപരമായി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഈ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ അയാൾക്ക് പോലീസിന്റെ സഹായം ലഭിക്കുകയും അങ്ങനെ അയാൾ ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് കടക്കുകയും ചെയ്തു. അവിടെ അതിന്റെ ഭാഗമായിട്ടൊരു നടപടി പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ഒരു കള്ളക്കേസല്ല. ഇത് ഈ പെൺകുട്ടി നേരത്തെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ മുന്നിൽ തെളിവുകൾ സഹിതമുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇപ്പോൾ മാറിയ സാഹചര്യങ്ങൾ കൊണ്ടോ മാറിയ ചിന്താഗതി കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ഒക്കെ ഇപ്പോൾ മൊഴി മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരമൊരു സംഭവത്തിൽ ഇതിൻ്റെ വിശ്വാസ്യത എന്നത്, ഇതുപോലെയുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ, ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഇടപെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, നീതിന്യായ സംവിധാനങ്ങൾ, ഇവരുടെ എല്ലാം ഒരു വിശ്വാസ്യതയെ തുലാസിൽ വെക്കുന്ന ഒരു സംഭവമായി ഇത് മാറില്ലേ? രണ്ടാമതായി, ഈ ഒരു സംഭവം നടന്ന ശേഷം ഈ കേസ് തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടി ചില ഉപകഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അത് സത്യമാണോ അല്ലേ എന്ന് അറിയില്ല. അതിൽ പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വന്നു. ഈ പെൺകുട്ടിയുടെ സ്വഭാവം സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാക്കപ്പെട്ടു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ കേസിൽ ഇങ്ങനെയൊരു മാറ്റം വരുമ്പോൾ ഇതിലേതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പ്രയോഗം ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നടത്തിയിട്ടുണ്ടാകില്ലേ എന്നൊരു സംശയം അവശേഷിക്കുന്നില്ലേ? അതെ, ഇന്ന് ആ കുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കേട്ടിരുന്നു. അത് യൂട്യൂബിലാണെന്ന് തോന്നുന്നത്. അപ്പൊ കുട്ടി സംസാരിക്കുന്നതായിട്ട് തന്നെ കുട്ടിയുടെ മുഖം പറിച്ചതിന് ശേഷം കുട്ടി പറയുന്നുണ്ട്. ശബ്ദം പണ്ട് നമ്മൾ കേട്ടത് കൊണ്ട് അത് തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, ആ കുട്ടി വിവാഹം നിശ്ചയിക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഇദ്ദേഹം പെണ്ണ് കാണാൻ വന്നിരുന്നു. അതിനുശേഷം അത് വേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. അതിന്റെ ഇടയ്ക്ക് ഒരാളുമായിട്ട് അദ്ദേഹം അടുപ്പം വന്നു. അതൊരു വിവാഹത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ആ ചെയ്തതിന് ശേഷം ഈ പെട്ടെന്ന് രാഹുലുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുകയും ആ വിവാഹത്തിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത അവസരത്തിൽ അയാള് നിരന്തരമായിട്ട് ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിയിരുന്നു. ആ മെസ്സേജിന്റെയും ആ ഫോൺ വിളിയുടെയും പശ്ചാത്തലത്തിലാണ് രാഹുല് ഇതേമാതിരിയുള്ള ഒരു പ്രശ്നത്തിലേക്ക് എത്തിയതെന്നും അത് തന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ച അയാളെ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ആ കുട്ടി പറയുന്നത് കേട്ടു. അത് സത്യമാണെങ്കിൽ ആ സാഹചര്യത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ട് അതിനുശേഷം ആ തെറ്റിദ്ധാരണ മാറ്റപ്പെടുകയും തുടർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അത് ആ കുട്ടി തന്നെ പറഞ്ഞതാണ്. അത് എന്തായാലും ശരി, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാനല്ലല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം ശ്രീ ഗോപീഷ്ണനും അത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ശരി, അതിൽ നിന്ന് ഒരു മലക്കം മറിച്ചിൽ അല്ലെ ഒരു പിന്തിരിയലാണ് ആ കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കേസ് ഒഴിവാക്കി കിട്ടണം എന്നുള്ളത് തന്നെ താല്പര്യം. ബന്ധം തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് രാഹുലിനെയും അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും അതിനകത്ത് നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആണ് എന്ന് നമുക്ക് സംശയിക്കാമല്ലോ. അത് തീർച്ചയായിട്ടും അത് നമ്മൾ വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് നാളെ ഈ കുട്ടി വീണ്ടും കാലുമാറിയാൽ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പോലീസ് ഈ ഒരു അവസ്ഥയിൽ കേസ് ഡിസ്പോസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. എന്തായാലും കോടതിയിലേക്ക് റെഫർ ചെയ്ത് കോടതിയിൽ നിന്ന് ഒരു തീരുമാനം വന്നാൽ മാത്രമേ അതിന് ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. ശരി, പന്തീരങ്കാവിലെ ഈ വിവാദമായ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണോ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഏതളവിൽ ഫലം കാണാൻ പോകുന്നു എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വരാം സർ, ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം. പന്തീരങ്കാവ് കേസിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീം പക്സാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മിയും നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഈ പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പുതിയ 2 വീഡിയോകളാണ്. അതിൽ അവർ പറയുന്നത് ഈ രാഹുലുമായിട്ടുണ്ടായിരുന്നത് ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെയാണ്. ഈ തരത്തിൽ പരാതി കൊടുക്കാനും ഒക്കെ പ്രേരിപ്പിച്ചതും സമ്മർദ്ദം ചെലുത്തിയതും സ്വന്തം വീട്ടുകാരാണ്. ഇനി ആ പ്രശ്നങ്ങൾക്കൊന്നുമില്ല എന്നാണ്. ഈ പെൺകുട്ടി അവസാനം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിൽ സുഭാഷ് സാർ പറഞ്ഞത് മാതിരി എവിടെയൊക്കെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ പിന്നിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. ആ കുട്ടി തന്നെ നമ്മൾ കണ്ടാണ് ശരീരത്തിലുള്ള പല പാടുകൾ, ഉപദ്രവിച്ചതായിട്ടുള്ള പല പാടുകളും ആ കുട്ടി തന്നെ കാണിച്ചതാണ്. ഇനി ആ കുട്ടി അച്ഛനമ്മമാർ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ കൂടി
ഒരു ചെറിയ സംശയം. സാധാരണ ഒരു ഭാര്യയും ഭർത്താവും പിരിയുക എന്നുള്ളതിനോട് ഒരിക്കലും യോജിക്കാത്ത ഒരാൾ തന്നെയാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ കല്യാണം കഴിഞ്ഞ് അടുക്കള കാണാൻ അവർ കണ്ടത് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം കല്യാണം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എടുത്തു ചാടി ഒരു അച്ഛനും അമ്മയും ഈ ജീവിതം വേണ്ട, വിട്ടുകള എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു മകളെ തിരിച്ചു കൊണ്ടുപോകും. അതായത് ഒരു കാരണവും ഇല്ലാതെ വെറുതെ അയാൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നതായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം അയാളെ, ആ പെൺകുട്ടിയെ ഇനി നീ അവൻ്റെ കൂടെ ജീവിക്കണ്ട, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയണം, നിന്നെ ദ്രോഹിച്ചതായിട്ട് പറയണം, നിന്നെ ശാരീരിക ഉപദ്രവം നടത്തിയതായിട്ട് പറയണം എന്ന് ഒരു അച്ഛനും അമ്മയും ഒരു മകളെ ഉപദേശിച്ചു എന്ന് പറയുന്നതിലൊക്കെ. അപ്പോൾ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽ തന്നെ നോക്കൂ. കയ്യിൽ പാട്, കഴുത്തിൽ പാട്, ഇങ്ങനെ കുറേ അധികം പാടുകൾ. അന്ന് ഞാനും ഒക്കെ അത് കണ്ടതാണ്. ഇപ്പോഴും സംസാരിക്കുന്നതും ഞാൻ കണ്ടതാണ്. ഒരു പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയെ ഇവർ വിളിച്ചു കൊണ്ടുപോയി സമാധാനപ്പെടുത്തിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് അയാളോട് നല്ല സ്നേഹം തന്നെ ഉണ്ട്, അന്നുമുണ്ട് ഇന്നുമുണ്ട്. അന്ന് ആ ഒരു സാഹചര്യത്തിൽ ആ വേദന സഹിക്കാൻ വയ്യാതെ ആ കുട്ടി പലതും പറഞ്ഞത് തന്നെയാണ്. ഇന്ന് അതെല്ലാം മറന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിക്ക് അത് മറക്കാനും ക്ഷമിക്കാനും സാധിച്ചു. അപ്പോൾ ആ കുട്ടിയെ സ്വാധീനിക്കുന്നവർക്ക് കുറെ കൂടി എളുപ്പമാണ് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. അതായത് നിനക്ക് ഇനി ഒരിക്കലും ഒരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല, നീ ഒറ്റപ്പെട്ടു പോകും, കുറേ നാൾ കഴിയുമ്പോൾ ഈ അച്ഛനും അമ്മയൊന്നും. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഒരുപാട് പെൺകുട്ടികളിൽ നിന്നും ഒരുപാട് കുടുംബ ബന്ധങ്ങളിലൊക്കെ കേൾക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ര പ്രായമുള്ള കുട്ടിയൊന്നും അല്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി ആ ഇതിൽ എന്താ പറയാ, ഒരു വീണു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം മകളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എന്ന നിലയിൽ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേഗം തന്നെ അച്ഛനും അമ്മയും വിശ്വാസത്തിലെടുക്കാൻ പറ്റണ്ടേ? പക്ഷെ അവരിപ്പോഴും പറയുന്നത് ആ പെൺകുട്ടി മറ്റാരുടെ സമ്മർദ്ദം മൂലം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നാണല്ലോ. ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഇവിടെ. എല്ലാവരെയും നമുക്ക് ഇങ്ങനെ ബോധവൽക്കരിക്കാനൊന്നും സാധിക്കില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് അച്ഛനമ്മയേക്കാൾ കൂടുതൽ അയാളാണ് പ്രധാനം. ഇനി ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ എനിക്ക് ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതം ഉണ്ടാവില്ല എന്നൊരു ഭയം ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും. അതിന് പിന്നിൽ ഒരുപാട് പേര് ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീമതി ഭാഗ്യലക്ഷ്മി, താങ്കൾ പറഞ്ഞതെല്ലാം കേട്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇനി ഭർത്താവിനൊപ്പം ജീവിക്കാനാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എങ്കിൽ, മകളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മകൾക്കൊപ്പം നിൽക്കുകയല്ലേ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം അങ്ങനെ തീരട്ടെ എന്ന് കരുതുകയല്ലേ താങ്കൾ പറഞ്ഞത്? നമ്മൾ ഇതുപോലെ കാണുന്ന സാധാരണ ഒരുപാട് സംഭവങ്ങളിൽ ഒന്നാണിതെങ്കിൽ അത് അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? ഇവിടെ മറിച്ച് പെൺകുട്ടിയെ ഈ ഭർത്തൃ വീട്ടുകാർ കസ്റ്റഡിയിൽ വെച്ച് സമ്മർദ്ദം ചെലുത്തി പറയിപ്പിക്കുകയാണ് എന്നൊരു അച്ഛനും അമ്മയും പറയേണ്ട സാഹചര്യം എന്താണ് അങ്ങനെയാണെങ്കിൽ? സമ്മർദ്ദം ചെലുത്തി പറയിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും പെൺകുട്ടികൾ തുടങ്ങിയ ഒരു കാര്യമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞതാണ്. ഞാൻ പെൺകുട്ടി പറഞ്ഞതല്ല, പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആ അച്ഛൻ അത് പറയുന്നുണ്ടെങ്കിൽ തന്നെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നാലും മകളുടെ ഭാഗത്ത് നിന്നാലും എനിക്ക് പറയാനുള്ള, അച്ഛനെ സംബന്ധിച്ച് ഇപ്പോഴും ആ കുട്ടിയുടെ കാര്യത്തിൽ അച്ഛന് നല്ല ആശങ്കയുണ്ട്, വേദനയുണ്ട്. ഇതെല്ലാത്തിനും അപ്പുറം ഒരു അച്ഛനെ സമൂഹത്തിന് മുൻപിൽ ഒരു വൃത്തികെട്ട മനുഷ്യനായി ആ കുട്ടി വലിച്ചെറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. കാരണം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോയുടെ താഴെ വന്ന് തെറി വിളിക്കുന്നത് മുഴുവൻ ആ പെൺകുട്ടിയുടെ അച്ഛനെയാണ്. അത്രത്തോളം ആൾക്കാരെ
ഈ വ്യക്തികൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതെന്തുകൊണ്ടാണ്? പെൺകുട്ടികളുടെ ഭാഗത്തുണ്ടാവുന്ന വീക്ക്നെസ് കൊണ്ടാണ്. അവർക്ക് എത്രയോ പെൺകുട്ടികൾ നോക്കൂ, ഇന്നലെ കണ്ട ഒരു പയ്യന് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും തള്ളിക്കളയുകയും വലിച്ചെറിയുകയും ഉപേക്ഷിക്കുകയും ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അവർക്കപ്പോൾ അച്ഛനും അമ്മയും ഒന്നും ഒരു പ്രശ്നമല്ല. ആ കുട്ടിക്ക് ഒരു പക്ഷേ ഇതെല്ലാം കള്ളത്തരമായിരുന്നു എന്നിരിക്കട്ടെ, സിമ്പിളായിട്ടൊരു ചോദ്യം, ഈ അച്ഛനും അമ്മയും അടുക്കള കാണാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ചെന്ന് ഇവരുടെ കൂടെ ഇറങ്ങി പോരാതിരിക്കാം. അത് സാരമില്ല അച്ഛാ, എനിക്കിത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്നെ അദ്ദേഹം തല്ലിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ തല്ലാനുള്ള അവകാശമുണ്ട് എന്ന് ആ പെൺകുട്ടിക്ക് അവിടെ വെച്ച് തന്നെ പറഞ്ഞ് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാം. ആ കുട്ടിക്ക് ഇറങ്ങി പോകാതിരിക്കാം. ഇതെല്ലാത്തിനും അപ്പുറം ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രാഹുലിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ രാജ്യം വിട്ട് ഒളിവിൽ പോകേണ്ട കാര്യവുമില്ല. ഈ നാട്ടിൽ തന്നെ നിന്ന് ഞാൻ അവളോട് യാതൊരു അനീതിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കും എന്ന് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാമായിരുന്നു. അപ്പം ഇതെല്ലാം ബുദ്ധിയുള്ള എല്ലാവരും ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിന് പിന്നിൽ ഒരു ബ്രെയിൻ വാഷ് നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അതിങ്ങനെ വേവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിങ്ങനെ നിമിഷം ആ കുട്ടിയുടെ ഇത് മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, കഴിഞ്ഞ മാസം 29-ാം തീയതി തന്നെ ഈ പറഞ്ഞതൊക്കെ, അതായത് പിന്നീട് ഈ പെൺകുട്ടി വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സത്യവാങ്മൂലമായി സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും എന്ന് താങ്കൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത്? അതായത് ഈ പെൺകുട്ടിയുടെ പരാതി FIS കൊണ്ട് തന്നെ പന്തീരങ്കാവ് പോലീസ്, നേരത്തെ എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി പറഞ്ഞ പോലെ അവർ പറഞ്ഞ നിരീക്ഷണങ്ങളെ ഞാൻ എതിർക്കുകയാണ്. കാരണം ഈ വിഷയം 2024 മെയ് 11 രാത്രി, അതായത് 12 പുലർച്ചെയാണ് ഉണ്ടാകുന്നത് എന്നാണ് പരാതി. അന്ന് രാത്രിയിൽ തന്നെ പുലർച്ചെ തന്നെ ബേബി ഹോസ്പിറ്റലിൽ പരാതിക്കാരി പോയിരുന്നു. ഈ കഴക്കൂട്ടം കിൻഫ്രയിൽ വർക്ക് ചെയ്യുന്ന പരാതിക്കാരി എഡ്യൂക്കേറ്റഡാണ്, വിവേകമുള്ള കുട്ടിയാണ്. അവർക്ക് ഡോക്ടറോട് എന്നെ ഭർത്താവാണ് അടിച്ചതെന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ആ സമയത്ത് പരാതിക്കാരി ഞാൻ ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞത്. ബാത്റൂമിൽ വീണതിലാണ് പരിക്ക് പറ്റിയത്. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലും ആ കുട്ടി അതന്നെ പറഞ്ഞത്. അല്ല, ഡോക്ടറോട് ചെന്നിട്ട് എന്നെ ഭർത്താവ് അടിച്ചതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ പരാതി അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഡോക്ടറോട് ചെന്നിട്ട് എന്നെ ഭർത്താവ് അടിച്ചതാണെന്ന് പറയേണ്ട കാര്യം അടിക്കുന്ന അല്ല എന്തുകൊണ്ടാണ് പരിക്കെന്ന് ഡോക്ടർ ചോദിക്കും. എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്ന് ചോദിക്കും. വീണിട്ടാന്നാ പറഞ്ഞത്. ഡോക്ടർ ചോദിച്ചാൽ ആയിക്കോട്ടെ, ഓക്കെ. അങ്ങനെ പറഞ്ഞ പെൺകുട്ടി പിന്നീട് വീട്ടിൽ പുലർച്ചെ വന്നതിന് ശേഷം ഉച്ചവരെ അടുക്കള കാണാൻ 27 പേര് പരാതിക്കാരിയുടെ പറവൂർ വീട്ടിൽ നിന്ന് ഇവിടെ വാഹനത്തിലെത്തി. ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ആ സമയത്ത് ഉണ്ടായ ഫാമിലി ഇഷ്യൂസ്, വല്ല കശപിശകളുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇവർ പന്തീരങ്കാവ് സ്റ്റേഷനിലേക്ക് അമ്മയും അച്ഛനും ബന്ധുക്കളും കൊണ്ടുപോയത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഈ കുട്ടി രാഹുലിൻ്റെ കൈ ചേർത്ത് പിടിച്ചാണ് പോയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രാഹുലിനെ വിളിച്ചിരുന്നു. ഈ കുട്ടിയുടെ FIS കൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498 വകുപ്പ് പ്രകാരമുള്ള ഒരു പരാതിയും ഈ FIS കൊണ്ടില്ല. അതേപോലെ തന്നെ കുട്ടിക്ക് ആകെയുള്ള പരാതി, രാഹുൽ എന്തിൻ്റെ പേരിൽ ഒരു വിവാഹം കഴിച്ച് നവവധുവായ സ്ത്രീ ഭർത്തൃ വീട്ടിൽ വെച്ച് സ്വർണത്തിനും പണത്തിനും വേണ്ടി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു പരാതി ആ FIS കൊണ്ട് കാണില്ല. അതിലുണ്ടായ പരാതി ബഹുമാനപ്പെട്ട ഒരു സ്ത്രീയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ആ പരാതിക്കനുസരിച്ച് പന്തീരങ്കാവ് SHO യഥാവിധി തന്നെ FIR ഇട്ടിട്ടുണ്ട്. ആ FIRൽ പ്രതി രാഹുൽ മാത്രമായിരുന്നു. ആദ്യത്തെ സമയത്ത് രാഹുലിനെ മാത്രമാണ് പെൺകുട്ടി പരാതിയായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യമായ ബന്ധത്തിലുള്ള ഈ മധുര ഇണക്കവിണക്കങ്ങൾ മാത്രമേ അതിലുള്ളൂ. അതിനുശേഷം പിന്നീട് പോലീസ് എന്ത് പറഞ്ഞു, പന്തീരങ്കാവ് പോലീസ് പറഞ്ഞു, നിങ്ങൾ ബേബി ഹോസ്പിറ്റലിൽ കാണിച്ച വൂണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ കേസ് നിൽക്കത്തില്ല എന്നും നിങ്ങൾ ഫറൂഖ് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും പോലീസ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് ആ വൂണ്ട് സർട്ടിഫിക്കറ്റാണ് ബഹുമാനപ്പെട്ട പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലുള്ളത്. അതിൻ്റെ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് രാഹുൽ വിദേശത്തേക്ക് പോയി എന്ന കാരണം കൊണ്ട് തന്നെ
കേസ് സെൻസേഷൻ ആവുകയും ഉടൻ തന്നെ പന്തീരങ്കാവ് SHOയെ കേസിൽ യഥാവിധി നടപടിയെത്തില്ല എന്ന് പേരിൽ സസ്പെൻഡ് ചെയ്തു. പന്തീരങ്കാവ് പോലീസ് SHO FIS-അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാൾ ഒരു നടപടി തെറ്റായി എടുത്തിട്ടില്ല, കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ലാത്ത ഒരു വിഷയത്തിൽ FIR ഇടുക എന്ന് പറയുന്നത് ഒരു SHOക്ക് സാധ്യമല്ല. നാളെ അയാൾക്ക് അത് അങ്ങനെയാണെങ്കിൽ കൊലപാതക ശ്രമം ഉണ്ടെന്ന് FIS-ൽ ഇല്ല. രാഹുലിന് വിദേശ ഷെങ്കൻ വിസയല്ല 26 രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ വിസകളാണ്. സ്വാഭാവികമായിട്ട് രാഹുലിനെ എതിരെ ഇത്രയും മാധ്യമങ്ങൾ സെൻസേഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം വന്ന സമയത്ത് രാഹുലിൻ്റെ സാഹചര്യം നോക്കി രാഹുലിൻ്റെ വിദേശത്ത് ജോലി ആവശ്യാർത്ഥം പോയി. രാഹുലിൻ്റെ ജോലിയിൽ അർജൻറ്റായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു പോയി. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. രാഹുലിന് അർജൻറ്റായിട്ട് ആ ജോലി സ്ഥലത്തേക്ക് എത്തണമെന്നുള്ള ധാരണയിൽ പോയി. അതിനുശേഷം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കാമെന്നുള്ള ധാരണയിൽ രാഹുലിൻ്റെ മാതാപിതാക്കളെയും കൂടെ ചെന്ന സുഹൃത്ത്, ഇപ്പോൾ ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുള്ള നിയമമാണ് നമുക്കുള്ളത്. എന്നാൽ രാഹുലിൻ്റെ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന കാരണം കൊണ്ട് രാജേഷിനെയും പ്രതിയാക്കി. പിന്നീട് പോലീസ് വിദേശത്ത് പോകാൻ സഹായിച്ചു. ഷെങ്കൻ വിസയുള്ള ഏത് രാജ്യത്തും ഏത് സമയത്തും യാത്ര ചെയ്യാൻ സൗകര്യമുള്ള രാഹുലിനെ സാധാരണ ഒരു പോലീസുകാരൻ വിദേശത്ത് സഹായിച്ചു എന്ന പേരും പറഞ്ഞ് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ഈ കേസിന്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളാണ്. ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ താങ്കൾ ഹാജരാക്കുമോ? അതായത് എങ്ങനെയാണ്, എന്ത് ശരീരത്തിൽ, ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ കണ്ട പാടുകൾ എങ്ങനെ വന്നതാണെന്നാണ് അഡ്വക്കേറ്റ് ഷമീം പക്സാൻ താങ്കൾ കരുതുന്നത്? വൂണ്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാണ്, പോലീസിനാണ്. വൂണ്ട് സർട്ടിഫിക്കറ്റ് ആദ്യമുള്ള ബേബി ഹോസ്പിറ്റലിലെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലീസ് അവിടുന്ന് കളക്ട് ചെയ്യണം. രണ്ടാമത് ഫറൂഖ് ഹോസ്പിറ്റലിൽ നിന്നുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണം. പിന്നീട് പോലീസ് കളിച്ച നാടകം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം കഴിഞ്ഞ് പറവൂരിൽ വെച്ച് വേറൊരു ഡോക്ടറെ കാണിക്കുക. 10 ദിവസമായിട്ട് രാഹുലിൻ്റെ ബന്ധുക്കളോ പെൺകുട്ടിയുടെ കൂടെ ഇല്ല, പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഉള്ളത്. പിന്നീട് പെൺകുട്ടിക്ക് കൂടുതൽ പരിക്കുണ്ടെന്ന് പറഞ്ഞാൽ ആ പരിക്ക് ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം ബാക്കി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നീടുള്ള വോൺ സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ല. അത്തരത്തിലുള്ള ബ്ലണ്ടറായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ വോൺ സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി പിന്നീട് ഇന്നേ വരെ ഇല്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ CRPC 164 പ്രകാരം രഹസ്യമൊഴി എടുത്തു. നേരത്തെ പറഞ്ഞു നിങ്ങൾ, രഹസ്യമായി ജുഡീഷ്യൽ കോടതിയിൽ കിടക്കുന്ന സാധനമാണ്. അത് പരസ്യമാക്കുകയോ ആർക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പികൾ കൊടുക്കുകയോ ചെയ്യില്ല. അത് രഹസ്യമായി നിൽക്കുന്ന സാധനമാണ്. അത് രഹസ്യമായി കൊടുത്ത പെൺകുട്ടിക്കും അത് കേട്ട ബഹുമാനപ്പെട്ട കോടതിക്കും മാത്രമാണ് അതിനെക്കുറിച്ച് അറിവുള്ളത്. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഈ വീഡിയോയിൽ എവിടെയാണ് ഈ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പെൺകുട്ടി പറയുന്നത്? ഈ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ വ്യവസ്ഥിതിയിൽ ഇന്ന് AI സംവിധാനങ്ങൾ അടക്കമുള്ള, മോർഫിംഗ് സംവിധാനം അടക്കമുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളൊന്നും തെളിവായിട്ട് കോടതി സ്വീകരിക്കണമെങ്കിൽ അത് സെക്കൻഡറി പ്രൂഫായിട്ടാണ് സ്വീകരിക്കുന്നത്. 65B സർട്ടിഫിക്കേഷനൊക്കെ വേണം. അതൊക്കെ പരിഗണിക്കുന്ന സമയമല്ല. ഒരു FIS-ൽ എന്തുണ്ടോ, ഒരു FIR-ൽ എന്തുണ്ടോ, ഒരു വോൺ സർട്ടിഫിക്കറ്റിൽ എന്തുണ്ടോ, പോലീസ് നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്തുണ്ടോ, സബ്സിക്വൻ്റ് ആയിട്ടുള്ള മറ്റുള്ള 161 സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഒരു കേസ് കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ പരിശോധിക്കുക. അല്ലാതെ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞത് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞതൊന്നും കോടതി കൺസിഡർ ചെയ്യാറില്ല. അങ്ങനെ ഞാനും പറഞ്ഞില്ല അഡ്വക്കേറ്റ് ഷമീം പക്സാൻ. മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ട് ഒരു കോടതി തീർപ്പിലേക്ക് എത്തുമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ വന്നതും മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് ജനമറിഞ്ഞതും ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ഗുരുതരമായിട്ടുള്ള പീഡനത്തെക്കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു. അതാണ് ആ പെൺകുട്ടിയുടെ, ആ പരാതിക്കാരിയായ പെൺകുട്ടിയുടെയും അവരുടെ രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ ആരോപണ വിധേയനായ ആൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് മുങ്ങുകയാണ് ചില പോലീസുകാരുടെ സഹായത്തോടു കൂടി. വീണ്ടും സംശയം ഒന്നുകൂടി ബലപ്പെടുകയാണ് എന്തുകൊണ്ടെന്നുള്ളത്. പിന്നെ രണ്ടാമത് അതിനുശേഷം ഇപ്പോഴും ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ പറയുന്നത് ഭർത്തൃ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ് ആ പെൺകുട്ടി ഉള്ളത്, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ ഈ മൊഴിമാറ്റം എന്നതാണ്. ഇത് കോടതി പരിഗണിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങളിൽ ഇത് ചർച്ചയാകുന്നു എന്നാണ്, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇതെല്ലാം എത്തുന്നു എന്നാണ്. അതിലേക്ക് വരാം, ഞാൻ അതിന് മറുപടി വരാം. ഈ അടുക്കള കാണാൻ വന്ന സമയത്ത് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ പരാതി വർക്കൗട്ട് ആവുന്നത് വന്നത്. അതുവരെ പെൺകുട്ടിക്ക് യാതൊരു പരാതിയില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവരുടെ ദാമ്പത്യ ബന്ധത്തിലുള്ള ഇണക്കപ്പിണക്കങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതിനുശേഷമുണ്ടായ മാറ്റങ്ങളാണ് ഈ കേസിന് ആസ്പദമായി സംഭവിച്ചു കൊണ്ടുവന്നത്. ഇതിൽ
ഈ രക്ഷിതാക്കൾ ഇപ്പോൾ പെൺകുട്ടി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് 29-ാം തീയതി തിരുവനന്തപുരത്തുള്ള നോട്ടറി അഭിഭാഷകന്റെ മുമ്പാകെയാണ് ഈ പെൺകുട്ടി എനിക്ക് തുടർന്ന് ഈ കേസ് നടത്തേണ്ടതില്ല എന്നും ഈ കേസ് ഡിലീറ്റ് ചെയ്യണം, ഹൈക്കോടതി റദ്ദ് ചെയ്യണമെന്നും ക്വാഷ് ചെയ്യണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നും എൻ്റെ അന്നത്തെ തെറ്റിദ്ധാരണ മൂലം പറഞ്ഞു പോയതാണെന്നും ഞാൻ ബാത്റൂമിൽ വീണത് തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഒരു അഫിഡവിറ്റ് ബോധിപ്പിച്ചിട്ടുള്ളത്. ആ അഫിഡവിറ്റും ആ പരാതിക്കാരിയുടെ വക്കാലത്തും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ക്വാഷ് ചെയ്യുന്നതിന് പ്രൊസീഡിങ്സിന് ഞാൻ നൽകിയിട്ടുള്ളത്. ആയതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് പരാതി കൊടുക്കാൻ നിയമതടസ്സമില്ല, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ നിയമതടസ്സമില്ല, അതെല്ലാം ഫയൽ ചെയ്യാം. അങ്ങനെ പറവൂർ പോലീസ് സ്റ്റേഷനിൽ, പെൺകുട്ടിയുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ 29-ാം തീയതി ഞാൻ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഈ രേഖകൾ. അപ്പം അതും തിരുവനന്തപുരത്തുള്ള നോട്ടറി അഭിഭാഷകന് മുമ്പാകെ ആ സമയത്ത് ആ പെൺകുട്ടി കഴക്കൂട്ടം കിൻഫ്രയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒപ്പിട്ടത്. അത് പെൺകുട്ടി ഒപ്പിടാൻ ചെന്നത് പെൺകുട്ടി മാത്രമുള്ള അറിവാണ്, അതായത് മറ്റൊരാളുടെയും നിർദ്ദേശത്തിനനുസരിച്ചല്ല. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു നോട്ടറി അഭിഭാഷകനെ ഞാൻ ചുമതലപ്പെടുത്തി അദ്ദേഹം ഒപ്പുവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനോട് നീതി പുലർത്തി തന്നെയാണ് ഒപ്പുവാങ്ങുന്നത്. അതിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല. അത് വാങ്ങുന്ന സമയത്ത് വ്യക്തി അയാളാണ് ഒപ്പിടുന്നതെന്നും അയാൾ എഴുതിയ കണ്ടൻസ് എന്താണെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പിട്ടു. ആ രേഖ നമ്മളെടുത്തിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ വരും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക്, പന്തീരങ്കാവിലേക്ക്. പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ പെൺകുട്ടിയോട് വീണ്ടും മൊഴി ചോദിക്കും. നിങ്ങൾ സമ്മർദ്ദം കൊണ്ടാണോ, ആരുടെയും പ്രേരണ കൊണ്ടാണോ, ആരെങ്കിലും പിടിച്ചു വെച്ചാണോ ഇത്തരത്തിൽ മൊഴി നൽകിയത്, അഭിഭാഷകന് അഫിഡവിറ്റ് നൽകിയതെന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആ കേസ് പോഷ് ചെയ്യപ്പെടില്ല. അതല്ല, പെൺകുട്ടി പറയാം സ്വതന്ത്രമായിട്ടും എൻ്റെ നീതിപൂർവ്വം നല്ല സന്തോഷത്തോടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് മൊഴി കൊടുത്താൽ ആ മൊഴി തിരിച്ച് ഹൈക്കോടതി പോയി ഹൈക്കോടതി ആ കോഷ് പ്രൊസീഡിങ്സ് പൂർത്തിയാക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ നിയമവശം. പിന്നീട് ഈ പെൺകുട്ടിയെ മിസ്സിംഗ് കേസിൽ വല്ല പരാതി 57-ൽ വല്ല പരാതിയും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ ആ പരാതിയിൽ പെൺകുട്ടി എപ്പോഴാണോ ഹാജരാവേണ്ടത് ആ സമയത്ത് ഹാജരാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഭാഷ് ബാബു സർ, ഈ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുണ്ടായ സൗന്ദര്യ പിണക്കം, പിന്നെ ആദ്യ സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ ഇത്രയധികം മുറിവുകൾ ആ പെൺകുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നില്ല. പിന്നീടുണ്ടാകുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റിന് കോടതിയിൽ നിലനിൽക്കില്ല. പിന്നെ രക്ഷിതാക്കൾ ഇതിനകത്ത് ഇടപെട്ടതാണ് പ്രശ്നത്തെ സങ്കീർണമാക്കിയത്. ഒരു മിനിറ്റ്, എന്താണ് ഉപദ്രവിച്ചെന്ന് പറയാൻ പറ്റും? സബ്സിക്വന്റ് ആയിട്ടുള്ള വൂണ്ട് സർട്ടിഫിക്കറ്റ് പിന്നീട് മുറിവുകൾ സബ്സിക്വൻ്റ് ആയിട്ട് 10 ദിവസം കഴിഞ്ഞ് വൂണ്ട് സർട്ടിഫിക്കറ്റ് വേറെ എടുക്കുമ്പം അപ്പം പരിക്കുകളോ മുറിവുകളോ കൂടുതലുണ്ടെങ്കിൽ അത് ആര് ഉപദ്രവിച്ചിരിക്കും? വിദേശത്തുള്ള രാഹുലിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ സുഭാഷ് ബാബു സാറിനോട് ചോദിക്കുകയാണ്. ഇതൊക്കെയാണല്ലോ താങ്കളുടെ വാദങ്ങൾ. അപ്പോൾ ആ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവ് എത്ര മുമ്പ് ഉണ്ടായതാണെന്നും അതിന്റെ പഴക്കം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം നമുക്കുണ്ട്. അത് അഭിഭാഷകൻ അറിയാമല്ലോ. സുഭാഷ് ബാബു സാർ, ഇതൊക്കെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ ധരിപ്പിക്കാൻ പോകുന്നത്. ഇത് എത്രത്തോളം സ്റ്റാൻഡിംഗ് ആണ്? അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ എത്രത്തോളം താങ്കൾക്ക് സ്വീകാര്യമായി തോന്നി? അല്ല, അദ്ദേഹത്തിന് ഇപ്പം ക്വാഷ് എഫ്ഐആർ അല്ലെ അന്വേഷണം നിർത്തിവെച്ച് എഫ്ഐആർ ക്വാഷ് ചെയ്ത അന്വേഷണങ്ങൾ ചാർജ് ഷീറ്റ് ഇല്ലാണ്ട് പോകണമെന്നാണ്. അതിനു മുമ്പ് പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാഷിങ് അതോടുകൂടി തീർന്നു. പിന്നെ അതിനുശേഷം പിന്നെ ആ നടപടികളുടെ മുകളിൽ പിന്നെ കോടതിയിൽ പോകേണ്ടി വരും. ഇപ്പൊ തൽക്കാലം പോലീസ് പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ കോടതി ഡയറക്ഷൻ ഒന്നും ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലാത്തടത്തോളം കാലം ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വാഷിങ്ങുള്ള പ്രശ്നം അവിടെ തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകണം. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് 498 മാത്രമല്ലല്ലോ. ഇവിടെ ഒരു 307 എന്ന് പറയുന്ന വകുപ്പ് കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടി മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. ആ മൊഴി കള്ളമാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അതിനകത്തിൽ എന്ത് നോട്ടറി എടുത്തുണ്ടായാലും മറ്റെടുത്തുണ്ടായാലും ശരി, അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ പോലും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹം ആ കുട്ടി നേരിട്ട് പറഞ്ഞിരിക്കുന്ന മൊഴിയും പോലീസിനോട് പറഞ്ഞ മൊഴിയും ഡോക്ടർ രണ്ടാമത് ആദ്യം പ്രതികളുടെ സാന്നിധ്യത്തിലാണ് ഒരു ഡോക്ടർ പരിശോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും പോലീസ് പോലും മർദ്ദിച്ച് പരിക്കുള്ള ഒരാളെ ഡോക്ടറെ പരിശോധിക്കുമ്പോൾ പോലീസ് പോലും സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നാ പറയുന്നത്. കാരണം സാധാരണ ഈ പ്രതികൾ കൊണ്ടുപോകില്ലല്ലോ. തല്ലിയ പ്രതി തന്നെ കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആരാ പറയാ എന്നെ ഇയാളെ തല്ലിയെന്ന് പറയുക? അങ്ങനെ പറയണമെങ്കിൽ ഒരു ഭാര്യ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഭയമില്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനകത്തിലൊക്കെ കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കോടതിക്ക് അതിന് വേണ്ട രീതിയിൽ അതിനെ അവലോകനം ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ കേസില് പിന്നെ രണ്ടാമത്തെ ഹോം സർട്ടിഫിക്കറ്റ് മൂന്നാമത്തെ ഉണ്ട്, പ്രസക്തിയാണോ അല്ലയോ എന്നുള്ളത് ഈ സെമില ഈ ക്വാഷ് ചെയ്യാൻ കൊടുത്തതിനകത്ത് ഹൈക്കോടതി പറഞ്ഞു അത് പ്രത്യേക അധികാരമുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ അത് ട്രയൽ സമയത്തെ ഉണ്ടാവുള്ളൂ. ഇതിൽ 307 എന്ന് പറയുന്ന വകുപ്പുണ്ട്. ആ 307
197 വകുപ്പ് മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉപബലകമായി പരസ്പരം ബന്ധിച്ച് പൂരകമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെട്ട ഒരു വകുപ്പാണത്, ചേർക്കപ്പെട്ട ഒരു വകുപ്പാണ്. ആ വകുപ്പ് നിൽക്കുന്നിടത്തോളം കാലം പെട്ടെന്ന് കോടതി ഇടപെടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും ശരി, ഈ കുട്ടിയെ വേണേൽ കോടതിക്ക് വിളിച്ച് പിന്നെ ഹൈക്കോടതിക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞാൽ കോടതി ചിലപ്പം അങ്ങനെയുള്ള പല കേസുകളും ചെയ്തതായിട്ട് എനിക്ക് തന്നെ അറിയാവുന്നതാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഇത് പോകാൻ സാധ്യതയില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും ശരി, ഈ സ്റ്റേജില് പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് ശേഷം വാഷിംഗ് തൽക്കാലം അവിടെ നിൽക്കും. അതിനുശേഷം ഈ ചാർജ് ഷീറ്റ് കൊടുത്തതിനെ സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് പിന്നുണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ കോടതി നിന്ന് ഡയറക്ഷൻ വേണം, ഈ ഇതിങ്ങനെ ഒരു പെറ്റീഷൻ ഇവിടെ പെൻഡിങ് ആയതുകൊണ്ട് നിങ്ങളെ തൽക്കാലം ചാർജ് ഷീറ്റ് കൊടുക്കണ്ട എന്നൊരു ഡയറക്ഷൻ അത് വന്നിട്ടില്ല. വന്നിടത്തോളം കാലം പോലീസ് ഇന്നോ നാളെയോ പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്നോ നാളെയോ ചാർജ് ഷീറ്റ് അവർ കൊടുക്കുന്നതാണ്. കൊടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കോടതിയിൽ ചാർജ് ഷീറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ റോള് കഴിഞ്ഞു. പിന്നെ അവസാനം ബാക്കി അതിന്റെ പേരിലായിരിക്കും ഡിസ്പ്യൂട്ട് നടക്കേണ്ട, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ നടക്കേണ്ട, തീരുമാനം എടുക്കേണ്ടത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ന്യായീകരണം ശരിയാണ്. കാരണം എന്താ പറയുക, ആദ്യം പറയുന്ന തെളിവുകൾക്ക് അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞതിന്, ആ ഓൺ സർട്ടിഫിക്കറ്റിൽ എഴുതപ്പെട്ടതിന് പ്രസക്തിയുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ കാര്യം, ഞാൻ ബാത്റൂമിൽ വീണത് എന്ന് പറഞ്ഞതിന് അനുകൂലമായിട്ടുള്ള തെളിവുകളല്ല, പരിക്കുകളല്ല അതിനകത്തിലുള്ളത്. സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ഓൺ സർട്ടിഫിക്കറ്റിന് പ്രസക്തി വരും. അപ്പൊ അതൊക്കെ കോടതിയാണ് തീരുമാനം, നമ്മളല്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു, അത് ആ രീതിയിലാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിനെ വിശകലനം ചെയ്യുന്നതും അതിന്റെ അടിസ്ഥാനമാണ് നിഗമനം എടുക്കേണ്ടത്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം വരുന്ന സാഹചര്യങ്ങളാണ് ഒരു ചാർജ് ഷീറ്റിലേക്ക് തെളിവ് ശേഖരണവും ചാർജ് ഷീറ്റിലേക്ക് എത്തുന്നത്. അതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ വരുന്ന നടപടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കുട്ടി പറഞ്ഞ മൊഴി അനുസരിച്ചല്ല, അത് മാറ്റപ്പെട്ട രീതിയിൽ എഴുതപ്പെട്ടു എന്ന് അത് കേട്ടു നിന്നിരുന്ന രക്ഷിതാക്കൾ പോലും പറഞ്ഞ സാഹചര്യത്തിലാണ് ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ അദ്ദേഹം അതിനകത്ത് കൃത്രിമം കാണിച്ചു, അല്ലെങ്കിൽ അതിനകത്ത് ചില ഇന്റർപലേഷൻ, അത് അവർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മാറ്റപ്പെടുന്ന ഒരു മൊഴി എടുത്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പേര് നടപടി വന്നത്. അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പോകുന്ന അച്ചടക്ക നടപടി ഭാഗമാണ്. അത് ചാർജ് ഷീറ്റുമായിട്ട് ബന്ധമൊന്നുമില്ലാത്തതാണ്. അത് രണ്ടും രണ്ടായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ഒരു നിയമപ്രശ്നമാണ്. ആ നിയമപ്രശ്നം ഇപ്പോഴത്തെ സാഹചര്യത്തില് പാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ നിയമമാനങ്ങളൊക്കെ മാറ്റപ്പെടും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കാം. ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഞാൻ താങ്കളിലേക്ക് വരും. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷമീം പക്സാൻ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ഇത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ സൗന്ദര്യ പിണക്കം, പിന്നെ അതിലുണ്ടായിട്ടുള്ള ചെറിയ അലോസരങ്ങൾ, അതിനെ തുടർന്ന് അവർ പിന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, ബാത്റൂമിൽ വീഴുന്നു, ഡോക്ടറെ അടുത്ത് ചെന്ന് പറയുന്നു. ഇതിനുശേഷം പിന്നീടുണ്ടായ വൂണ്ട് സർട്ടിഫിക്കറ്റുകൾക്ക് വലിയ നിയമസാധുതകളില്ല. പിന്നീട് ഈ പ്രശ്നങ്ങളെ ഇത്രയും സങ്കീർണമാക്കിയത് രക്ഷിതാക്കളാണ്. അപ്പോൾ കോടതി ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും ഈ വിഷയത്തിനൊരു തീർപ്പുണ്ടാക്കാൻ പോയി. ഇത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി? നമുക്കത് അഡ്വക്കേറ്റ് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവരുടെ ജോലി തന്നെ അതാണല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിയായിരുന്നു ആദ്യം വന്നിരുന്നതെങ്കിൽ ഇപ്പം ആ കുട്ടി നേരത്തെ എഴുതി കൊടുത്തതെല്ലാം അവരെ കൊണ്ട് പറയിപ്പിക്കും. അതാണല്ലോ അഡ്വക്കേറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെ. അവർ എപ്പോഴും അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കക്ഷികളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും. അത് തന്നെ ഇദ്ദേഹം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് ശേഷം ആ കുട്ടിയുടെ ശരീരത്തിൽ വന്ന് ഈ അടയാളങ്ങൾക്കൊന്നും പിന്നെ ഇതിന് നിയമവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്ന ഒരു കാര്യം, ആ കുട്ടിയെ ആരാണ് പിന്നെ ഉപദ്രവിച്ചത്? ഈ അച്ഛനും അമ്മയുമാണോ? എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരാഴ്ചക്കുള്ളിലാണ് ഈ അടുക്കള കാണൽ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ഇത്രയധികം പണം ചിലവാക്കി വിവാഹം കഴിപ്പിച്ചയച്ച പെൺകുട്ടിയെ അവളുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടി, അവളുടെ വിവാഹ ജീവിതം ഇനി ഇല്ലാതെയാക്കണം എന്ന രീതിയിൽ പെരുമാറാൻ ഈ അച്ഛനും അമ്മയ്ക്കും ആ മകളോട് അത്ര വിരോധമുണ്ടോ? അങ്ങനെയൊക്കെ ഒരു അച്ഛനമ്മ, അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാതിരിക്കാമല്ലോ.
അപ്പം ഇത് ഇനി മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുക്കുന്ന മൊഴി, ആ മൊഴിയിൽ ഈ കുട്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആദ്യം ഈ കുട്ടി ആ മൊഴിയിൽ എന്തായിരിക്കാം പറഞ്ഞത്? എന്തായാലും അവിടെ ആരും ഭീഷണിപ്പെടുത്തില്ലല്ലോ. ഞാനൊക്കെ മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ആ കോടതി മുറിക്കകത്ത് മജിസ്ട്രേറ്റും നമ്മളും മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വളരെ ധൈര്യത്തോടു കൂടെ നമ്മളെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ആരും നിങ്ങളെ ഇവിടെ ഭയപ്പെടുത്താനില്ല. പിന്നെ വല്ലത് എഴുതി കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഉള്ളം കയ്യിലും ഒക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് നമ്മളുടെ മൊഴി അവർ പകർത്തുന്നത് കോടതി. അപ്പോൾ ഇത്രയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഇടമാണ് കോടതി. മജിസ്ട്രേറ്റിന് മുൻപാകെ കിട്ടുന്ന ആ സമയത്ത് ആ കുട്ടിക്ക് പറയാമായിരുന്നല്ലോ, യഥാർത്ഥത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് തല്ലി എന്നുള്ളത് സത്യമാണ്, ഇപ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് സത്യം, പക്ഷേ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ഫോഴ്സ് ചെയ്യുന്നത് എന്നവിടെ പറയാമായിരുന്നല്ലോ. അതിനും ശേഷമാണല്ലോ വീണ്ടും വീണ്ടും ഈ ചാനലുകൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള ഈ പാടുകളെല്ലാം മേക്കപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അതും വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു ഏതോ ഒരു ക്യാമറ ഷോട്ടിൽ ഞാൻ കണ്ടതാണ്, ഈ ചർച്ചയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പോലീസിന് വേണമെങ്കിൽ ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യ പിണക്കമാണെന്ന് തള്ളിക്കളയാമായിരുന്നു. എന്താ സാർ, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ എടുത്തിട്ട് തോന്നിയ മാതിരി അങ്ങോട്ട് എല്ലാ രീതിയിലും ഉപദ്രവിച്ചിട്ട് അതൊക്കെ ഒരു സൗന്ദര്യ പിണക്കത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞു തന്നെയല്ലേ സാർ ഈ കണ്ട കാലങ്ങൾ മുഴുവനും സ്ത്രീകൾ ഇവിടെ ജീവിച്ചു പോകുന്നത്? അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിന് വേണ്ടിയാണല്ലോ ഇവിടെ നിയമങ്ങളെല്ലാം വീണ്ടും വീണ്ടും പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് അത് പറയാനുള്ള ഒരു ഇടം കോടതി നിയമപരമായി ഉണ്ടാക്കി കൊടുത്തത് അതിനൊക്കെ വേണ്ടിയല്ലേ. എന്നിട്ട് ഇപ്പോഴും താങ്കൾ പറയുന്നു ഇതൊക്കെ ഭാര്യ ഭർത്താവിൻ്റെ ഒരു സൗന്ദര്യ പിണക്കമായി കണ്ടുകൂടെ? കെട്ടിത്തൂക്കുന്നതും ഒരു സൗന്ദര്യ പിണക്കമാണ്. ആണോ? ഒരു പെൺകുട്ടിയെ പാമ്പ് കടിപ്പിച്ച് കൊന്നു ഒരാൾ, മറ്റൊരാൾ കെട്ടിത്തൂക്കി കൊല്ലുന്നു. ഇതൊക്കെ ഈ വഴക്കുകളിൽ ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പോലീസിന് മുൻപാകെ ഒരു പെൺകുട്ടി ചെന്ന് പറയുമ്പോൾ പോലീസിന് അത് നിങ്ങൾ തമ്മിലുള്ള സൗന്ദര്യ പിണക്കമാണ് എന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. അതല്ല പോലീസുകാർ. അപ്പം ദയവ് ചെയ്ത് അങ്ങനെയുള്ള പരാമർശങ്ങൾ, സാർ താങ്കൾ ഒരു നിയമപാലകനും കൂടിയല്ലേ, ഒന്ന് അതൊക്കെ മനസ്സിലാക്കണ്ടേ? ഞങ്ങളൊക്കെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്ന് നിന്ന് സങ്കടം പറയേണ്ട ആളുകളല്ലേ. അപ്പൊ ഇങ്ങനെയാണോ സാർ പറയുന്നത്? അതുകൊണ്ട് തന്നെ താങ്കളുടെ കക്ഷിക്ക് വേണ്ടി എന്തും വാദിക്കാം, താങ്കളുടെ കക്ഷിക്ക് വേണ്ടി എന്തും വാദിച്ചുകൊള്ളൂ. പക്ഷെ അതിനർത്ഥം സ്ത്രീകളെല്ലാം സഹിച്ചുകൊണ്ട് സൗന്ദര്യ പിണക്കമാണെന്ന് വിചാരിക്കരുത് സാർ. ഞാനൊരു ഇടവേള എടുക്കാം. അഡ്വക്കേറ്റ് ഷമീം പക്സാനിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഈ പെൺകുട്ടിയുടെ മൊഴി മാറ്റലിൽ മാത്രം ഊന്നിക്കൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ശരി, അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായി പോയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. സുഭാഷ് ബാബു സാർ, ഇനിയിപ്പോൾ ഈ കേസിന്റെ ഒരു ഭാവി എന്താകും? ഭാവി പോലീസ് എഫ്ഐആർ ക്വാഷ് ചെയ്യാത്തിടത്തോളം കാലം പോലീസ് കേസിൽ ചാർജ് ഷീറ്റ് കൊടുക്കും. ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം ചാർജ് ഷീറ്റിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾക്ക് അദ്ദേഹത്തിന് പുതിയ പെറ്റീഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ കോടതിയിൽ തന്നെ ചാർജ് ഷീറ്റ് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആർഗ്യുകയോ ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോകാം. എന്തായാലും ചാർജ് ഷീറ്റ് കൊടുത്ത സ്ഥിതിക്ക് പ്രതികൾ ഹാജരായിട്ട് അത് ഈ കുട്ടിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ തരത്തില് 307 ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കോടതി കുട്ടിയെ കേട്ടതിന് ശേഷം മാത്രമേ അത് ഒഴിവാക്കാൻ കഴിയുള്ളൂ. അപ്പൊ പോലീസ് അല്ല ഈ സ്വാധീനത്തിൽ വഴങ്ങി പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കാതെ അവിടെ കെട്ടിവെക്കുകയാണെങ്കിൽ കോടതിയുടെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പോലീസ് നടപടികൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവസാനിപ്പിക്കാം. അല്ലെ, സാധാരണഗതിയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷം കോടതി നടപടികളെ കാത്തിരിക്കുക എന്ന് മാത്രമേ അതിനകത്ത് പറ്റുള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നു എന്ന് സംഭവിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും ഉണ്ട് അനുഭവം, അതിന് കോടതികളിലും ഉള്ള നമ്മുടെ അനുഭവം അതാണ്. അതുകൊണ്ട് അത് കണ്ടതിന് ശേഷം നമുക്ക് കാത്തിരുന്ന് അതിനെപ്പറ്റി അഭിപ്രായം പറയാവുന്നതാണ്. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ഈ മാറിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ വരാം. ഈ കേസിൽ ആദ്യം തന്നെ FIS എടുത്തത് നിഷ എന്ന പോലീസുകാരിയാണ്, പന്തീരങ്കാവ് സ്റ്റേഷനിലെ. ആ പോലീസിനോട് FISൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അടിച്ചോ ഉപദ്രവിച്ചോ എന്ന് FISൽ ഇല്ല. പിന്നീട് കൂട്ടിച്ചേർത്ത കാര്യങ്ങളാണുള്ളത്.
അത് കോടതിയിൽ വിചാരണ സമയത്ത് അമ്മയും സഹോദരിയും ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല, സുഹൃത്തായ രാജേഷ് ഇല്ല, ഇതൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കോടതി സെൻസേഷൻ്റെ ഭാഗമായി പോലീസ് 41 നോട്ടീസ് നൽകി പ്രതികൾ ഹാജരാക്കുമ്പോൾ ഞാൻ മുൻകൂർ ജാമ്യം കൊടുത്ത് എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടി, അമ്മക്കും സഹോദരിക്കും. എൻ്റെ സുഹൃത്ത് ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞു, ഞാൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കട്ടായോ ഇല്ല പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കട്ടായി. അഡ്വക്കേറ്റ് ഷമീം പറയൂ, കേൾക്കുന്നുണ്ട്. ശരി, ഏതായാലും ഈ പെൺകുട്ടിയുടെ പുതിയ മൊഴി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഈ പന്തീരങ്കാവ് കേസിന് എന്ത് സംഭവിക്കും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിങ്ങോടെ പൂർത്തിയാവുകയാണ്. ഇനി ഇപ്പോൾ കിട്ടിയത് കാണാം. ഏറ്റവും പുതിയ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അനുജ രാജേഷും ഒപ്പം തന്നെ സോന ജെറിയും ഉടൻ. നമസ്കാരം.